പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഹൃദ്രോഗ വിഭാഗം നിലച്ചു. ഇവിടെയുണ്ടായിരുന്ന ഡോക്ടർമാരെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് ഈ വിഭാഗം ക്രമേണ ഇല്ലാതായത്. കഴിഞ്ഞ വർഷം വരെ ആഴ്ചയിൽ ഒരു ദിവസം OP വിഭാഗം പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അതും നിലച്ചു. MP ഫണ്ട് ചിലവഴിച്ച് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ എക്കോ മിഷൻ പൊടിപിടിച്ച് നശിക്കുന്നു. മലയോര മേഖലകളിൽ സാധാരണക്കാർക്ക് ആശ്രയമായ സർക്കാർ മേഖലയിൽ ഉണ്ടായിരുന്ന ഏക ഹൃദ്രോഗ ചികിത്സാ വിഭാഗമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചികിത്സ നിലച്ചതോടെ സ്വകാര്യ ആശുപത്രികളിലെ വലിയ ചിലവേറിയ രോഗനിർണയ ചികിത്സാ വിഭാഗങ്ങളെ നിർധനരായ രോഗികൾക്കും ആശ്രയിക്കേണ്ട സ്ഥിതിയിലാണ്. KM മാണി ധനമന്ത്രിയായിരുന്നപ്പോൾ ജനറൽ ആശുപത്രിക്ക് ഹൃദ്രോഗ ചികിത്സാ വിഭാഗം വിപുലപ്പെടുത്തുന്നതിനായി കാത്ത് ലാബ് ആരംഭിക്കുന്നതിന് പദ്ധതി വിഭാവനം ചെയ്തത്. ഇതിനായി പ്രത്യേക കെട്ടിടവും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ കെട്ടിടം ഉണ്ടായപ്പോൾ കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. OP വിഭാഗവും കൂടി ഇല്ലാതാവുകയും ചെയ്തു. കാത്ത് ലാബ് മാത്രമായി നിർമ്മിച്ച കെട്ടിട വിഭാഗം പൊടിപിടിച്ച് കിടക്കുകയാണ്. ജനറൽ ആശുപത്രി സ്റ്റാഫ് പാറ്റേൺ പ്രകാരം ഹൃദ്രോഗ വിഭാഗം ഉണ്ടായിരിക്കേണ്ടതാണ്. OP വിഭാഗമെങ്കിലും പുനരാരംഭിക്കണമെന്നും മാറ്റിക്കൊണ്ടുപോയ ഡോക്ടർ തസ്തികകൾ തിരികെ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാൻമാരും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആരോഗ്യവകുപ്പ് അധികൃതരോട് തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ഇതേവരെ നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു. ആശുപത്രി സന്ദർശിച്ച് ആരോഗ്യമന്ത്രി മുമ്പാകെ ജനപ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ആശുപത്രി സന്ദർശിച്ച ആരോഗ്യമന്ത്രി മുമ്പാകെ ജനപ്രതിനിധികളും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. സാധാരണക്കാരായ രോഗികളെ ചികിത്സാ സൗകര്യത്തെ കരുതി ജനറൽ ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം പുനഃസ്ഥാപിക്കണമെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗം ജെയ്സൺ മാന്തോട്ടം ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നൽകിയ നിവേദനത്തിലും ആവശ്യപ്പെട്ടിരുന്നു. ഏറ്റവും വ്യാപകമായ ഒരു രോഗമാണ് ഹൃദ്രോഗം. ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുക. ആശുപത്രിയിൽ എത്തും മുമ്പേ അത് വൈകും തോറും മരണത്തിൻ്റെ വ്യാപ്തി കൂടുകയാണ്. നമുക്ക് നാട്ടിലെ സാധാരണക്കാർക്ക് ഇന്ന് ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള സംവിധാനം ഇല്ല എന്ന് പറയാം. സർക്കാർ മേഖലയിൽ വളരെ പരിമിതമാണ്. മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. മെഡിക്കൽ കോളേജ് വരെ ഒരു ഹൃദ്രോഗിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പാതി വഴിക്ക് മരണം ഉറപ്പാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലിരിക്കുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ KM മാണി സാറ് 2014 തന്നെ പാലാ ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് സൗകര്യത്തോടുകൂടി ഹൃദ്രോഗ വിഭാഗവും ഡോക്ടർമാരെയും നിയോഗിക്കുകയുണ്ടായി. പല കാലത്തിൻ്റെ മാറ്റം വന്നപ്പം അദ്ദേഹം പോവുകയും മറ്റുള്ളവർക്ക് ആർക്കും പരാതിയില്ലാതെ വരികയും ഘട്ടം ഘട്ടമായി 6 മാസം മുമ്പ് OP വരെ നിർത്തലാക്കി കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. ഹൃദ്രോഗ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെലവേറിയ ചികിത്സയാണ്. സാധാരണക്കാർ സ്വകാര്യ ആശുപത്രികളിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് ജീവിതം തന്നെ നഷ്ടമാവുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു രോഗിക്ക് ഹൃദ്രോഗ ചികിത്സയ്ക്ക് ചിലവാകുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ചുരുങ്ങിയ ചെലവിൽ ചികിത്സ ലഭിക്കാനുള്ള ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സൗകര്യം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇവിടെ MP ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ മുടക്കിയാണെന്ന് തോന്നുന്നു എക്കോ മിഷൻ ഉൾപ്പെടെയുള്ള ഉപകരണ സംവിധാനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഞാൻ ഈ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ പിൻഭാഗത്താണ് കാത്ത് ലാബിന് മാത്രമായി പണിത്. കാത്ത് ലാബിന് ഉളുക്ക് പണിതപ്പം കാത്ത് ലാബ് തന്നുമില്ല. കെട്ടിടം ഇതാ പൊടി പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. രോഗികളുടെ ഹൃദയവേദന ഹൃദയമുള്ളവർ കണ്ടറിയണമെന്നുള്ള പ്രതീക്ഷയോടെ ഒരു ഹൃദയ ദിനം കൂടി കടന്നുപോയി. i4A ന്യൂസ്, പാലാ.